നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആധ്യാത്മിക പ്രഭാഷകൻ വ്യാസൻ. പുള്ളിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വ്യാസൻ ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസ്, ഗുരുവായൂരപ്പൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പം അദ്ദേഹം ഇതാ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. ഞാനിപ്പോൾ നിൽക്കുന്നത് പനച്ചവിള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്, പാമ്പുറം. അങ്ങനെ PM വ്യാസൻ അദ്ദേഹം നമ്മുടെ പാരിപ്പള്ളി പാമ്പുറം പനച്ചവിള ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം എത്തിയതും സ്വീകരിക്കാൻ എല്ലാവരും, അമ്പലത്തിലെ കമ്മിറ്റിക്കാരും ഭാരവാഹികളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതും എല്ലാവരും സ്വീകരിച്ചു. ആനയിച്ചകത്തേക്ക് കയറ്റി പൊന്നാടയൊക്കെ അണിയിച്ചാണ് അകത്തേക്ക് കയറ്റിയത്. വളരെ നല്ലൊരു കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് ഞാൻ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഓരോ കഥകളൊക്കെ റീൽസിലൂടെയൊക്കെ കണ്ടു കാണും. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം വന്നതും അദ്ദേഹത്തിനോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ എത്തിയിരുന്നു. അപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും കുറേ പേര് വന്നു. അപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ എല്ലാവരുടെ കൂടെയും ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രീതിക്കായിരുന്നു അവിടെ നിന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. രണ്ടമ്മമാർ അവിടെ ഇരുന്ന് പൂർക്കുന്നതുണ്ടോ. അവരൊക്കെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് അതേ എല്ലാത്തിനും ഉത്തരവൊക്കെ പറഞ്ഞാണ് അവിടെ നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് സന്ധ്യ ആയതുകൊണ്ട് അവിടെ ദീപാരാധനയ്ക്ക് വിളക്ക് കത്തിപ്പും കാര്യങ്ങളും കൂടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഒത്തുകൂടിയായിരുന്നു നമ്മുടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു കണ്ടിരിക്കും. അപ്പോഴത്തേ പരിപാടി തുടങ്ങാൻ സമയമായി. ഇനി ആധ്യാത്മിക പ്രഭാഷണം സ്റ്റേജിൽ വെച്ചാണ്. അത് കുറച്ച് പുറത്താണ്, നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് നടന്ന് അവിടെയാണ് സ്റ്റേജ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. നടന്ന് പോകുമ്പോൾ തന്നെ കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കണ്ടില്ലേ, അദ്ദേഹം വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരനെ പോലെയാണ് കേട്ടോ എത്തിയതും എല്ലാം. വളരെ ഹാപ്പി ആയിട്ട് നിന്ന്. അപ്പം കാണാൻ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി തുടങ്ങി ഞാനിത് അവസാനം ഷൂട്ട് ചെയ്ത് തീർന്നപ്പം ഒരുപാട് ജനമായി കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ആ സമയത്ത് തിരക്കങ്ങ് കൂടി. ഇത് പരിപാടിയുടെ ഒരു പകുതിയോളം കഴിഞ്ഞപ്പം തന്നെ. ഏതായാലും നമുക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ കഥകളും പ്രഭാഷണങ്ങളും അതൊക്കെ ഒന്ന് കേൾക്കാം. ഈ 1 സെക്കൻഡോ 2 സെക്കൻഡോ 5 സെക്കൻഡോ 10 സെക്കൻഡോ കാണാനല്ലല്ലോ നമ്മൾ പോണത്. നമുക്കൊരു സംതൃപ്തി വരണം. ഇത്തിരി നേരം കണ്ടിട്ടുണ്ട്, ഒരു സമാധാനം വരണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പ്രാരാബ്ധങ്ങളൊക്കെ എഴുതി കൊണ്ടുപോയത് മുഴുവൻ ആ സമയം കൊണ്ട് ഭഗവാനോട് പറയാൻ സാധിച്ചു എന്നൊരു സംതൃപ്തി ഉണ്ടാവണം. പല ആളുകൾക്കും ഇത് കിട്ടാറില്ല. കാരണം അബോധപൂർണ്ണമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമുക്കൊക്കെ വലിയ വിഷമമാണ്. അയ്യോ, ഭഗവാനോട് പോയിട്ടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ, ഭഗവാനോട് ഇത്രയും നേരം കാത്തിരുന്നതൊന്നും പങ്കുവെക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങളുടെ ആ വിഷമം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പനച്ചുവേളയുള്ള ആളുകളുടെ ആ വിഷമം മാറ്റാനാണ് ഭഗവാൻ ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രം പരിഗണിപ്പിച്ച് അവിടെ വർഷത്തിൽ ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടാക്കി അവിടെ ഒരു കളപച്ചാർത്തൊക്കെ നടത്തി ഇവിടെ നിന്ന് നിങ്ങളോട് ഒരാളും ഒരിക്കലും എന്ത് പറയില്ല, മാറും എന്ന് ഇവിടുന്ന് ഒരാളും നിങ്ങളോട് പറയില്ല. മതി തൊഴുതത് എന്ന് ആരും നിങ്ങളോട് പറയൂ ഇല്ല. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. ഏത് സഹസ്രനാമോ അഷ്ടോത്തരോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള മന്ത്രം അതൊക്കെ നിന്ന് ജപിക്കാം. ഈ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഗുരുവായൂർ കിട്ടും. എന്നാലും നമ്മൾ എവിടേക്ക് ഓടി പോകാം. ബോധ്യം വേണം. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം എത്ര ആൾക്കാരോട് വന്നുള്ളത്. കൂടുതൽ ബോധ്യം വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരുവായൂർ എന്ന് പറയുന്നത് ഏതാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂകാംബിക എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് ആ കാണുന്നതാണ്. അവിടെ ഇല്ലാത്ത ഒന്നും വേറെ എവിടെയും പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അവനവന്റെ ദേശത്തെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏത് മഹാക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകുന്നതിന് മുമ്പ് സത്യം അവനവന്റെ ദേശത്തെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദേവത അത് ആരും ആയിക്കോട്ടെ. ഇവിടെ ഗുരുവായൂരപ്പൻ തന്നെ. ഇപ്പൊ ഇവിടെ ഒരു ഭഗവതിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ ഭഗവതി ആരാണ്? ഗുരുവായൂരപ്പനാണ്. ഇത്രേ ഉള്ളൂ.